നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തോൽവിക്ക് ശേഷം വരുന്ന പുതിയൊരു തുടക്കത്തെ നമ്മൾ ഭയപ്പെടരുത്. കാരണം രണ്ടാം പ്രാവശ്യം പൂജ്യത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വിജയികളായി നമുക്ക് മുൻപിലുള്ള പലരും ആദ്യം തുടക്കക്കാരായിരുന്നു, തോൽവി അറിഞ്ഞവരും. നമ്മുടെ മത്സരം നമ്മളോട് തന്നെയാകണം. തോൽക്കാൻ ഉദ്ദേശമില്ലെന്നറിയുമ്പോൾ കാലം തോറ്റു തരുന്നതാണ് നമ്മുടെയൊക്കെ വിജയം. ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിച്ച അഭിനേത്രി മമിത ബൈജുവിന്റെ സിനിമാ ജീവിതയാത്രയിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. സിനിമയിലെ അഭിനേതാക്കൾക്ക് അഭിനയ മികവിനോടൊപ്പം ഭാഗ്യമെന്നൊരു ഘടകം കൂടി ആവശ്യമാണ്. അഭിനയ മികവിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ വാങ്ങിയതോടുകൂടി വളർച്ച മുരടിച്ച ഒട്ടേറെ നടീനടന്മാർ മലയാള സിനിമയിലുണ്ട്. ഞാൻ അവരുടെ ആരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല. അവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കഴിവ് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ഇവർക്കൊക്കെ ധാരാളം അവസരങ്ങൾ വന്നു ചേരേണ്ടതല്ലേ? അതിനാണ് പറയുന്നത് ഭാഗ്യം വേണം, അതുമല്ലെങ്കിൽ തലയിലെഴുത്ത് നന്നായിരിക്കണമെന്ന്. സിനിമ തന്റെ തട്ടകമല്ലെന്ന് കരുതിയിരുന്ന പലരും ഭാഗ്യവും തലയിലെഴുത്തും നല്ലതായതുകൊണ്ടാണ് സിനിമയുടെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നത്. ഇവരുടെയൊക്കെ അഭിനയം മോശമാണെന്നൊന്നും ഇതിനർത്ഥമില്ല. ഇന്ന് മലയാള സിനിമയിലെ പുതുതലമുറയിലെ താരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്ന് വാങ്ങുന്ന പ്രതിഫലം ഇവിടെ മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലത്തിനൊപ്പം വരും. 20-25 കോടികൾ ഓഫറുമായി തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും വരുന്ന പല പടങ്ങളും കഥ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ ഒഴിവാക്കി വിടുന്നതുമുണ്ട്. ഫഹദിനെ സംബന്ധിച്ച് ഫാൻസ് അസോസിയേഷനോ PR വർക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാകാം അതൊക്കെ വലിയ ചർച്ചയാകാതെ പോകുന്നത്. ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം സിനിമ തന്റെ തട്ടകമല്ലെന്ന് പറഞ്ഞ് സിനിമാ രംഗം ഉപേക്ഷിച്ചു പോയ ആളാണ് ഫഹദ്. ആ ഫഹദിന് ഇന്ന് മലയാളത്തെക്കാൾ മേലെ തമിഴിലും തെലുങ്കിലും വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. നിലവിൽ മലയാള സിനിമയിൽ ഈ ഭാഗ്യം മറ്റൊരാൾക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അഭിനയത്തോടൊപ്പം ഭാഗ്യവും വേണമെന്ന്. ഇതുപോലെ തന്നെ ഭാഗ്യം തുണച്ച ഒരു മലയാള നടിയാണ് നമ്മുടെ മമിത ബൈജു. തമിഴിലും തെലുങ്കിലുമൊക്കെ മമിത ബൈജു ഇന്ന് മിന്നും താരമാണ്, യുവാക്കളുടെ ഹരവുമാണ്. ഇത്തരം പെട്ടെന്നുള്ള വലിയ ഒരു ഉയർച്ച ഒരുപക്ഷെ മമിത പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഭാഗ്യങ്ങളൊക്കെ മമിതയ്ക്ക് ലഭിക്കുവാൻ നിദാനമായ ചിത്രമാണ് പ്രേമലു എന്ന ചിത്രത്തിന്റെ കളക്ഷൻ മലയാളത്തെക്കാൾ മേലെയായിരുന്നു തമിഴിലും തെലുങ്കിലുമൊക്കെ. ഈ ഒരു ചിത്രം അവിടങ്ങളിൽ ഉണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ല. അതോടെ മമിത ബൈജു എത്തുന്ന പരിപാടികളിലൊക്കെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അവരെ നേരിലൊന്ന് കാണാൻ തടിച്ചുകൂടുന്നത്. ഈയിടെ ഗായിക ശിവാംഗി ഒരു ചാനലിലൂടെ പറയുന്നത് കേട്ടു, ഇപ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം ക്രഷ് മമിത ബൈജുവിനോടാണെന്ന്. മമിത ബൈജുവിന് തമിഴിലേക്കുള്ള കടന്നുവരവിന് വഴിവെച്ച ആദ്യ ചിത്രം റിബൽ എന്ന സിനിമയായിരുന്നു. ആ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ രണ്ടാമത്തെ തമിഴ് ചിത്രം പ്രദീപ് രംഗനാഥൻ നായകനായ ഡ്യൂഡ് എന്ന ചിത്രമായിരുന്നു. ആ ചിത്രമാകട്ടെ ഒരു ശരാശരി വിജയമാണ് നേടിയത്. മമിത പ്രേമലുവിന്റെ പ്രമോഷൻ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ പഠിക്കുന്ന സമയത്ത് വിജയിയുടെ കടുത്ത ആരാധികയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടും ആഘോഷിച്ചും വളർന്നതാണെന്നാണ് അവർ വെളിപ്പെടുത്തിയിരുന്നത്. കൂടാതെ വിജയ് നായകനായ ഗില്ലി എന്ന ചിത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അത് നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ മമിത നിലച്ചിരിക്കാത്ത സമയത്താണ് ജനനായകൻ എന്ന വിജയ് ചിത്രത്തിലേക്കുള്ള വിളി വരുന്നതും അതിൽ അഭിനയിക്കുന്നതും. അതോടെ മമിതയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ് ഉണ്ടായത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചിത്രം സെൻസർ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് റിലീസ് നടക്കാതെ പോവുകയും 2026 ഏപ്രിൽ 9 ജനനായകൻ എന്ന ചിത്രം മൊത്തമായി ഓൺലൈൻ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തമിഴ്നാട്ടിലെ ലോക്കൽ ചാനലുകളിൽ വരെ ആ ചിത്രം പ്രദർശിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. 500 കോടിയോളം രൂപയാണ് വെള്ളത്തിലായത്. കേരളത്തിലെ 100 കണക്കിന് തിയേറ്ററുകളിൽ 10-15 ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഈ ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ അവസ്ഥ തന്നെയാണ് ലോകം മുഴുവനുമുള്ള റിലീസ് കേന്ദ്രങ്ങളിലും നടന്നത്. അങ്ങനെ മമിത ബൈജു സ്വപ്നം കണ്ട ഒരു വലിയ സിനിമയുടെ ചിറകരിയുകയാണ് ഉണ്ടായത്. ഈ പ്രവണതയ്ക്കും സിനിമയുടെ പൈറസിക്കും എതിരെ മമിത
മമിത ബൈജു ഉൾപ്പെടെ പല പ്രഗത്ഭന്മാരും പ്രതികരിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മമിതയുടെ മറ്റൊരു തമിഴ് ചിത്രം ഈ ഏപ്രിൽ 30 റിലീസാകാൻ പോകുന്നുണ്ട്. ധനുഷ് നായകനായ കര എന്ന ചിത്രമാണത്. വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ആ ചിത്രം കാത്തിരിക്കുന്നത്. കാരണം ധനുഷിനോടൊപ്പം നായികയായി അഭിനയിക്കുന്നത് മമിത ബൈജുവാണ്. മമിത ബൈജുവിനെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തതിനെതിരെ പല എതിർ ശബ്ദങ്ങളും ഉയർന്നിരുന്നു. അതിന് കാരണം ഈ കഥാപാത്രം ഇരുണ്ട നിറക്കാരിയുടേതാണ്. മേക്കപ്പ് ഇട്ട് കറുപ്പിച്ചാണ് മമിതയെ കൊണ്ട് ഈ വേഷം ചെയ്യിപ്പിച്ചത്. ഇവിടെ ഉയർന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, തമിഴിൽ കറുത്ത സുന്ദരിമാരായ പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണോ മലയാളത്തിൽ നിന്നും ഒരു നടിയെ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് അഭിനയിപ്പിച്ചത് എന്നാണ്. അതിന് അതിന്റെ സംവിധായകൻ വിഘ്നേഷ് രാജ പറഞ്ഞ മറുപടി, ഞാൻ 25ഓളം പെൺകുട്ടികളെ ഓഡീഷൻ ചെയ്തിരുന്നു. കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന ആളെയാണ് എനിക്ക് വേണ്ടത്. മമിത ചെയ്തതിന്റെ 7 അയലത്ത് പോലും ആരും എത്തിയില്ല. തികച്ചും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മമിതയെ നായികയാക്കിയത്. മമിതയെ കൂടാതെ ഈ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും ജയറാമും സുരാജ് വെഞ്ഞാറമ്മൂടും അഭിനയിക്കുന്നുണ്ട്. ഈയിടെ നടി രാധിക ശരത് കുമാർ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം മമിത ബൈജു ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന്. മമിതയുടെ ക്യൂട്ട്നെസ്സും കുറുമ്പുകളും കൊണ്ട് സമ്പന്നമാണ് അതിന്റെ ട്രെയിലർ. മമിതയുടെ അഭിനയത്തെക്കുറിച്ച് വാതോരാതെ പ്രശംസിക്കുകയാണ് രാധിക ശരത് കുമാർ. അപാര കഴിവുള്ള, എന്തും പഠിച്ചെടുക്കാൻ ഗ്രാസ്പിംഗ് പവറുള്ള നായികയാണ് മമിത എന്നാണ് രാധിക പറയുന്നത്. എന്തായാലും മലയാളികളായ നമുക്ക് മമിതയെ കുറിച്ചോർത്ത് അഭിമാനിക്കാം. പണ്ട് സ്കൂൾ കലോത്സവത്തിൽ മമിതയ്ക്ക് മോഹിനിയാട്ടത്തിൽ 1ാം സമ്മാനം ലഭിച്ചിരുന്നു. അന്ന് അതിന്റെ ഫോട്ടോ പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ടാണ് സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ക്ഷണം ലഭിക്കുന്നത്. ചാലി പാല എന്ന നടന്റെ മകളായിട്ടാണ് അതിൽ അഭിനയിച്ചത്. ആ സിനിമയുടെ ക്യാമറാമാൻ ആയിരുന്നു ആൽബി. അദ്ദേഹം തന്നെയായിരുന്നു ഹണി ബി 2ന്റെയും ക്യാമറാമാൻ. അദ്ദേഹം മുഖേനയാണ് ഹണി ബി 2വിൽ ആസിഫ് അലിയുടെ സഹോദരിയായി അഭിനയിക്കാൻ മമിതയ്ക്ക് അവസരം ലഭിച്ചത്. കൂടാതെ വികൃതി എന്ന ചിത്രത്തിൽ സൗബിന്റെ അനുജത്തിയായും അഭിനയിച്ചു. പ്രാധാന്യമുള്ള ഒരു വേഷം ആദ്യമായി ലഭിക്കുന്നത് ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലാണ്. അതുപോലെ തന്നെ സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിലെ സോന എന്ന കഥാപാത്രം മമിതയുടെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയായിരുന്നു. എന്നാൽ പ്രേമലു എന്ന ചിത്രത്തോടെ മമിത ബൈജുവിന്റെ ഗ്രാഫ് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. പ്രേമലു എന്ന ചിത്രത്തോടെ സിനിമാ രംഗത്ത് തന്റേതായ ഒരു സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. മമിത ബൈജു എന്ന നടി ഇന്ന് ആരാധകർക്ക് ഒരു ആവേശമാണ്. സിനിമയുമായി ഒരു പുലബന്ധവുമില്ലാത്ത, യാതൊരു സിനിമാ പാരമ്പര്യ പശ്ചാത്തലവുമില്ലാത്ത ഒരു പെൺകുട്ടി ഇന്ന് അത്യുന്നതങ്ങളിലെത്തി ഒരുപാട് സിനിമാ പ്രേമികളുടെ ആരാധനാപാത്രമായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടെങ്കിലും സിനിമയിൽ ഉന്നതിയിലെത്തണമെങ്കിൽ ഭാഗ്യവും തലയിലെഴുത്തും നന്നായിരിക്കണമെന്ന്. മമിതയ്ക്ക് ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ഇനി ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെയും നശിപ്പിക്കാതെയും നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് മമിതയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മനഃശാസ്ത്രത്തിൽ ബിരുദമുള്ള മമിതയ്ക്ക് ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ കഴിയട്ടെ. മമിതയ്ക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.